നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോദിയുടെ സന്ദർശനം കുന്നംകുളത്ത് ഒരുക്കങ്ങളാകുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ഒരുക്കുന്നത് പഴുതടച്ച സുരക്ഷ. മേഖലയിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം. നാളെ ട്രയൽ റൺ. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം താൽക്കാലികമായി നിരോധിച്ചു. തൃശൂരിന് ഇനി ആഘോഷങ്ങളുടെ നാളുകൾ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റം നടന്നത്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ചങ്ങരംകുളത്ത് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. യുവാവും മരിച്ചത് ആനക്കര സ്വദേശി 23 വയസ്സുള്ള ശ്രീരാഗ്. പെരുമ്പിലാവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ആരംഭിച്ചു. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷം CCTV പ്രാദേശികം, TCV, ഉത്സവ് ചാനലുകളിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മോദി എത്തുന്ന കുന്നംകുളത്ത് ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പന്തൽ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. നാളെ ട്രയൽ റൺ നടക്കും. പഴുതടച്ച സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ മൈതാനിയിലാണ് സമ്മേളനത്തിനായുള്ള പന്തൽ നിർമ്മിക്കുന്നത്. 30,000-ഓളം പേരെ ഉൾക്കൊള്ളുന്ന പന്തലാണ് നിർമ്മിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് പന്തലിന് ചുറ്റുമായി നിൽക്കുന്നതിനായി ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കുന്നംകുളത്തു നിന്നും സമ്മേളന നഗരി വരെ റോഡിന്റെ ഇരുവശങ്ങളിലും ഡിവൈഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. കുന്നംകുളത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആരാഞ്ഞതായും സ്ഥാനാർത്ഥിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് പറഞ്ഞു. 30,000-ഓളം ആളുകളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കുന്നംകുളം എന്ന് പറയുന്ന ഒരു റൂറൽ സ്ഥലത്ത് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കഷ്ടപ്പെടുന്ന ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് കൃഷിക്കാർ, ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇപ്പോൾ നമുക്ക് പുതിയതായി കിട്ടിയ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഒരുപാട് രേഖകളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ആളുകളെ കണ്ട് എന്താണ് അവരുടെ പ്രശ്നം എന്നുകൂടെ അദ്ദേഹം ആരായുന്നുണ്ടാവും. ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെ കാണാനുള്ളൊരു സജ്ജീകരണം കൂടെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളം സന്ദർശിക്കുന്നത്. കുന്നംകുളത്തും സമ്മേളനം നടക്കുന്ന ചെറുവത്തൂർ മൈതാനിയിലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരള പോലീസും BSFും സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിക്കുന്നതിനായി എത്തിയിരുന്നു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PJ ജെബിൻ, ശ്രീജിത്ത് കമ്പിപ്പാലം എന്നിവരും സംബന്ധിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കുന്നംകുളത്ത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും മോദിയുടെ സന്ദർശന ദിവസമായ തിങ്കളാഴ്ച കാലത്ത് 6 മണി മുതൽ വൈകിട്ട് വരെയുമാണ് നിയന്ത്രണം. തൃശൂരിൽ നിന്നും ഗുരുവായൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കേച്ചേരി, ആളൂർ, മറ്റം, നമ്പഴിക്കാട്, എളവള്ളി, ചിറ്റാട്ടുകര, പോൾമാസ്റ്റർ പടി, പാലാ ബസാർ, ബ്രഹ്മകുളം, ചൊവ്വല്ലൂർ പടി തിരിവ് വഴി ഗുരുവായൂരിലേക്കും ചാവക്കാട്ടേക്കും പോകണം. ഗുരുവായൂരിൽ നിന്നും ചാവക്കാട് നിന്നും തൃശൂരിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പഞ്ചാരമുക്ക്, മാമാ ബസാർ, പാവർട്ടി ജംഗ്ഷൻ, പാങ്ങ്, പെരുവല്ലൂർ, പറപ്പൂർ, അമല ആശുപത്രി, പോൾമാസ്റ്റർ പടി, പാവർട്ടി, പറപ്പൂർ, ചിറ്റിലപ്പിള്ളി, അമല നഗർ വഴി പോകണം. തൃശൂരിൽ നിന്നും കോഴിക്കോട്, പാലക്കാട്ടേക്ക് പോകേണ്ട വാഹനങ്ങൾ കേച്ചേരി, വടക്കാഞ്ചേരി റോഡ് വഴി തലക്കോട്ടുകര, തണ്ടിലം, പാത്രമംഗലം, പാഴിയോട്ടുമുറി ജംഗ്ഷൻ, വെള്ളറക്കാട്, പന്നിത്തടം, അക്കിക്കാവ് സിഗ്നൽ, പെരുമ്പിലാവ് വഴി പോകണം. കോഴിക്കോട് നിന്നും തൃശൂർ, പാലക്കാട് പോകേണ്ട വാഹനങ്ങൾ പെരുമ്പിലാവ്, അക്കിക്കാവ് സിഗ്നൽ, പന്നിത്തടം, വെള്ളറക്കാട്, പാഴിയോട്ടുമുറി ജംഗ്ഷൻ, പാത്രമംഗലം, തണ്ടിലം, തലക്കോട്ടുകര, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, കൈപ്രമ്പ് വഴി പോകേണ്ടതാണ്. ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട്, പാലക്കാട്ടേക്ക് പോകേണ്ട വാഹനങ്ങൾ ഗുരുവായൂർ, മമ്മിയൂർ, കോട്ടപ്പടി ഗേൾസ് സ്കൂൾ, ചിറ്റഞ്ഞൂർ, ചെറുവത്താനി റോഡ് ജംഗ്ഷൻ, ചെറുവത്താനി, വട്ടംപാടം, പെങ്ങാമുക്ക്, ചിറയ്ക്കൽ, പഴഞ്ഞി കപ്പേള, പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ട്, അയ്നൂർ, കരിക്കാട്, അക്കിക്കാവ് സെന്റർ വഴി പോകേണ്ടതാണ്. തൃശൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് പോകേണ്ട ബസ്സുകൾ കേച്ചേരി ബസ് സ്റ്റാൻഡിലും, ചാവക്കാട് നിന്ന് കുന്നംകുളത്തേക്ക് പോകേണ്ട ബസ്സുകൾ മമ്മിയൂർ, കോട്ടപ്പടി വഴി ഗേൾസ് സ്കൂൾ പരിസരത്തും, പുത്തൻപള്ളിയിൽ നിന്നും കുന്നംകുളത്തേക്ക് വരുന്ന ബസ്സുകൾ പുത്തൻപള്ളി, ആൽത്തറ, വടക്കേക്കാട് വഴി അഞ്ഞൂരിലും, വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളത്തേക്ക് പോകുന്ന ബസ്സുകൾ എരുമപ്പെട്ടി വഴി പന്നിത്തടം എന്നീ സ്ഥലങ്ങളിലും പ്രവേശിച്ച് തിരിച്ചു പോകണം. കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചെറുവത്താണി ഗ്രൗണ്ടിന് എതിർവശത്തും പാറേമ്പാടം ഗ്രൗണ്ടിലും
പാർക്ക് റെസിഡൻസി ബാർ, ചൊവ്വന്നൂർ റോഡ്, ഇടതുവശത്തുള്ള പാടം എന്നിവിടങ്ങളിലും വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ലോട്ടസ് പാലസ്, മലങ്കര നഴ്സിംഗ് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും, തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ സീനിയർ ഗ്രൗണ്ട്, മലങ്കര നഴ്സിംഗ് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും, ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ഗേൾസ് ഹൈസ്കൂളിന് സമീപമുള്ള ഗ്രൗണ്ട് തുടങ്ങിയ ഇടങ്ങളിലും പാർക്ക് ചെയ്യണം. CCTV ന്യൂസ്, കുന്നംകുളം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷ ഉറപ്പുവരുന്നതിന്റെ ഭാഗമായി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം താൽക്കാലികമായി നിരോധിച്ചതായി തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ IPS അറിയിച്ചു. ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് കുന്നംകുളം ചാവക്കാട് മേഖലകളിലും പ്രധാനമന്ത്രിയുടെ യാത്ര കടന്നുപോകുന്ന വഴിയിലും താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത്. ഡ്രോണുകൾ, റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കളിപ്പാട്ട വിമാനങ്ങൾ, ഹെലിക്യാം, ആളില്ല വിമാനങ്ങൾ, ഹാങ് ഗ്ലൈഡർ തുടങ്ങിയ ഉപകരണങ്ങൾക്കാണ് നിരോധനം ഉള്ളത്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ ഏപ്രിൽ 14 ഞായറാഴ്ച വിശുദ്ധ കുർബാന പുലർച്ചെ 5:30 ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനാർത്ഥം ട്രയൽ റൺ നടക്കുന്നതിനാൽ രാവിലെ 7 മണിക്ക് മുൻപായി ആളുകൾ പിരിഞ്ഞു പോകണമെന്ന പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് സമയത്തിൽ താൽക്കാലിക മാറ്റം വരുത്തിയതെന്ന് പള്ളി വികാരി അറിയിച്ചു. മറ്റു വാർത്തകൾ. തൃശൂരിന് ഇനി ആഘോഷങ്ങളുടെ നാളുകൾ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റം നടന്നത്. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് ഇന്നു രാവിലെ തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറ്റം നടന്നത്. രാവിലെ 11:30 തട്ടകക്കാർ ചേർന്ന് ആർപ്പുവിളികളോടെ തിരുവമ്പാടിയിൽ കൊടിയുയർത്തി. രാവിലെ 11:30 11:45 ഇടയിലാണ് ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ പൂരപ്രേമികളുടെയും ഭക്തജനങ്ങളുടെയും ക്ഷേത്രഭാരവാഹികളുടെയും ആവേശാരവങ്ങളുടെ അകമ്പടിയോടെ പൂരം കൊടിയേറ്റിയത്. പാരമ്പര്യാവകാശികളായ താഴത്തുപുരയ്ക്കൽ ആശാരിഗൃഹത്തിൽ സുന്ദരൻ, സുഷിത് എന്നിവർ കൗങ്ങിലൊരുക്കിയ കൊടിമരത്തിൽ ഭൂമിപൂജ നടത്തിയ ശേഷം ശ്രീകോവിലിൽ പൂജിച്ച കൊടിക്കൂറ കെട്ടി നാട്ടുകാർ ചേർന്ന് ഉയർത്തി. പൂരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ പറഞ്ഞു. കൊടിയേറ്റത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തിമാരായ ദിനേശൻ നമ്പൂതിരി, വടക്കേടത്ത് കപ്ലിങ്ങാട് പ്രദീപ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ പാറമേക്കാവിൽ രാവിലെ 11:55 കൊടിയേറി. ക്ഷേത്രത്തിലെ അടിയന്തരക്കാരായ ആശാരിമാർ തയ്യാറാക്കിയ കൊടിമരത്തിൽ പാരമ്പര്യാവകാശികളായ കൊടിക്കൂറ നിർമ്മാതാക്കൾ തയ്യാറാക്കിയ സിംഹമുദ്രയും ചന്ദ്രകലയും ആലാപനം ചെയ്ത കൊടികെട്ടി ആലിലയും മാവിലയും ദർഭയും കൊണ്ട് അലങ്കരിച്ച കമുകിൽ തീർത്ത കൊടിമരം ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവതിയെ സാക്ഷി നിർത്തി ദേശക്കാർ ചേർന്ന് ആർപ്പുവിളികളോടെയാണ് ഉയർത്തിയത്. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ഇതിനുശേഷം പൂരത്തിന്റെ വരവറിയിച്ച് ക്ഷേത്രത്തിനു മുന്നിലെ പാലമരത്തിലും മണികണ്ഠനാലിലും കൊടിയുയർത്തി പൂരാവേശത്തിന് തുടക്കം കുറിച്ചു. 19-ാം തീയതിയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. 17-നാണ് സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. തൃശൂർ പൂരം ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. വിഷയവുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്തി കോടതിയെ സമീപിക്കും മന്ത്രി പറഞ്ഞു. ചില ഉത്തരവുകൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നും തൃശൂർ പൂരം പൂർവാധികം ശക്തിയോടെ തന്നെ ആഘോഷിക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആനകളുടെ ഫിറ്റ്നസ് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആന എഴുന്നള്ളത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവും? അങ്ങ് മിനിസ്റ്റർ കൂടിയാണല്ലോ, എന്തെങ്കിലും? അപ്പോൾ ഞാനതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇറക്കിയ ഉത്തരവിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അത് തിങ്കളാഴ്ച കോടതിയിൽ അത് ബോധ്യപ്പെടുത്തി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാവും. പൂരം അത് വെറുതെ ആശങ്ക ഉണ്ടാക്കുകയാണ് ഓരോന്ന് കാര്യത്തിലും. അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കോടതിയുടെ ഒരു പെർമിഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നടപ്പിലാക്കാം. പക്ഷേ പറയുന്നതിൽ ശരിയുണ്ട് എന്നുള്ളത് നമ്മൾ ഉണ്ടാവില്ല എന്ന് നോക്കണം. കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ നമ്മുടെ ഈ പടക്കം പൊട്ടിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കും? ആനയെ കൊണ്ടുവരുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കും? ഇപ്പം നിലവൊരു പടക്കം പൊട്ടിച്ചു, അവരിങ്ങ് പോന്നു സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട്. കുറച്ച് കഴിയുമ്പോൾ തീ കത്താൻ തുടങ്ങി. ഞാൻ ആ പൊട്ടിക്കുമ്പോഴേ പറഞ്ഞു പൊട്ടിക്കരുത്, അവിടെ നിറയെ പുൽക്കാടുകളാണെന്ന് പറഞ്ഞു. ഒരു 1/2 ഏക്കർ സ്ഥലം പുല്ലായിരുന്നു, അതുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടായില്ല. അവിടെ തന്നെയല്ല, അപ്പുറത്ത് മോട്ടർ ഉണ്ടായിരുന്നു, മോട്ടറടിച്ച് വെള്ളമടിച്ചിട്ടാണ് കെടുത്തിയത്. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചാണ് പറയുക. സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കണമെന്ന് പറയുന്നത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ എന്തായാലും അതെല്ലാം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പൂരം, വേല, അങ്ങനെയുള്ള ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, നേർച്ചകളൊക്കെ നടത്തണം. അപ്പം അതിൻ്റെ ഭാഗമായി സംഭവിക്കാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരാകണം. CCFന്റെ വിവാദ നാട്ടാന സർക്കുലർ തിരുത്തുവാൻ വനമന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം. തൃശൂർ പൂരത്തിൽ ആനകളുടെ എഴുന്നള്ളിപ്പിൽ വിവിധ ദേവസ്വം ബോർഡുകൾ ഉത്കണ്ഠ അറിയിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്തുവാൻ മന്ത്രി നിർദ്ദേശം നൽകി. പൂരം എഴുന്നള്ളിപ്പിൽ ആനയുടെ 50 മീറ്റർ പരിധിയിൽ താളമേളം പാടില്ലെന്ന നിർദ്ദേശം ഭേദഗതി ചെയ്യാനാണ് നീക്കം. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പുതിയ സർക്കുലർ ഇറക്കും. അപ്രായോഗിക നിർദ്ദേശങ്ങൾ തിരുത്തുന്നത് ഉൾപ്പെടെ ആനകളുടെ സംരക്ഷണവും ഉറപ്പാക്കും. വിവാദമായ മറ്റ് നിർദ്ദേശങ്ങളിലും ചർച്ചയുണ്ടാകുമെന്ന് വനവകുപ്പ് വ്യക്തമാക്കി. സർക്കുലർ വേഗത്തിൽ തയ്യാറാക്കിയത് മൂലമാണ് അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടത് എന്നാണ് വനവകുപ്പ് വിശദീകരണം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വരവറിയിച്ച് നാളെ വിഷു ആഘോഷിക്കും. വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ നാളെ വിഷുവിനെ വരവേൽക്കും. പുത്തൻ പ്രതീക്ഷകളുമായി മറ്റൊരു വിഷുദിനം കൂടി. കണിയൊരുക്കി കൈനീട്ടം വാങ്ങി പുതുവർഷത്തെ വരവേറ്റ് ഞായറാഴ്ച നാട് വിഷു ആഘോഷിക്കും. ശ്രീകൃഷ്ണ പ്രതിമയ്ക്ക് മുന്നിൽ വിവിധ തരത്തിലെ പഴങ്ങളും ഉണക്കലരി, നാണയം, പുതിയ വസ്ത്രം, സ്വർണം എന്നിവ അമ്മമാർ പ്രത്യേകം താലത്തിലൊരുക്കി കണിവയ്ക്കും. പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കണി കാണിക്കും. തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകിയാണ് വിഷുദിനാഘോഷം നടത്തുന്നത്. ഇന്ന് വിഷുവിനെ വരവേറ്റ് വീടുകൾ തോറും പടക്കം പൊട്ടിക്കും. പുതുവർഷത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനാണ് കണിയൊരുക്കി കൈനീട്ടം നൽകുന്നതായുള്ള വിശ്വാസം. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു വർഷകാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ, അമ്പലപ്പുഴ പോലെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. പെരുമ്പിലാവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി അച്ചേരത്ത് വീട്ടിൽ 18 വയസ്സുള്ള ആദിലിനാണ് പരിക്ക്. ഇന്നലെ രാത്രി 9:30 കൂടിയായിരുന്നു അപകടം. ചൂണ്ടൽ കുറ്റപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് പ്രിയദർശിനി സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ആദിലിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്ത് നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയിൽ എതിർദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈടാഘാതത്തിൽ സ്കൂട്ടർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ മഴയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെയും റിസോർട്ടിന്റെയും മറവിൽ കായൽ നികത്തുന്നതായി പരാതി നൽകുന്നവരെ കള്ളക്കേസിൽ കുടുക്കുന്നതായും ആരോപണം. ഗുരുവായൂർ നഗരസഭ 11-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചക്കംകണ്ടം കായലോരമാണ് വ്യാപകമായി നികത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കായലിൽ നിന്ന് വഞ്ചിയിൽ ചെളി കൊണ്ടുവന്നാണ് തീരത്ത് നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇത്തരത്തിൽ തീരത്ത് ചെളി നിക്ഷേപിച്ച് വലിയ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. കാലക്രമേണ ഇത് കരഭൂമിയാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാരുടെ പരാതി പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ നികത്തൽ നിർബാധം തുടരുകയാണെന്ന് നാട്ടുകാരനായ RV ഫൈസൽ പറഞ്ഞു. രാത്രിയുടെ മറവിൽ വ്യാപകമായിട്ട് കായൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വഞ്ചിയിൽ ചെളി കൊടുത്തിട്ടാണ് നികത്തുന്നത്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നതല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതൊരു ശക്തമായ നടപടി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് നാട്ടുകാർ. വേലിയിറക്ക സമയത്ത് അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുകയാണെന്നാണ് റിസോർട്ട് ഉടമ പറയുന്നത്. എന്നാൽ അനുമതിയില്ലാതെ ഇത്തരം പ്രവൃത്തി നടത്താനാവില്ലെന്ന് വില്ലേജ് ഓഫീസർ സിന്ധുരാജൻ അറിയിച്ചു. മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി കായൽ നികത്തുകയും കയ്യേറുകയും ചെയ്യുന്നുണ്ടെന്ന് വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ AM ഷഫീർ പറഞ്ഞു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നും വാർഡ് കൗൺസിലർ വ്യക്തമാക്കി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സ്ഥലമുടമ പുഴയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞമാണ് നടക്കുന്നത് എന്നും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ബോർഡിലുള്ളത്. കരയിൽ നിക്ഷേപിക്കുന്ന ചെളി മഴ പെയ്തു കഴിഞ്ഞാൽ ശുദ്ധമണ്ണായി മാറുമെന്നും ഇവിടെ പൂന്തോട്ടം ഒരുക്കുമെന്നും സ്ഥലയുടമ പറയുന്നു. ഇത് അതേപോലെ തന്നെയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ വീതി കൂട്ടിയെടുക്കാനല്ല, ഇനിയുള്ള ചെളി ഇതിന്റെ വീതക്ക്, ഇനി കിട്ടാവുന്ന ചെളിന്റെ വീതക്ക് എടുക്കും. ഈ ലെവല് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തി. പിന്നെ അത് 3-4 മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചെളി നിറം മാറി നല്ല പഞ്ചാര കളറായി മാറി. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ഒരു 3-4 തണലമരൽ വെച്ച് കൊടുക്കണം. പുഴഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് 1-2 ചാരുവഞ്ചി വെച്ച് കൊടുക്കുക. ഏത് കാലത്തും നമ്മളെ ഈ പുഴയോരങ്ങളിൽ ചെളി നിറഞ്ഞ് ഈ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ നല്ലത് ഒന്ന് വൃത്തിയാക്കി എടുക്കലല്ലേ. ഇപ്പൊ 4 മണിക്കാറ്റ് ഈ രീതിയിൽ ആക്കണം. ഇതേപോലെ തന്നെ 4 മണിക്കാറ്റും ചെയ്തത് ചെളി മാടിയിട്ടും ഒക്കെയാണ്.
അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം കിംവദന്തികളും എന്തെല്ലാം സമരങ്ങളും നടത്താൻ നോക്കി. ഇപ്പൊ നോക്കിയേ, ഈ സമരം നടത്തിയ ആൾക്കാരും ഈ അപവാദം നടത്തിയ ആൾക്കാരും ഇപ്പൊ 4 മണിക്കാരിൽ കുടുംബമായിട്ട് പോണ്. അതേപോലെ ഞങ്ങൾ ചക്കങ്ങോട്ട് വൃത്തിയാക്കി എടുക്കട്ടെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. മലിനമായി കിടക്കുന്ന സ്ഥലം ഓടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിതെന്നും ഇയാൾ പറയുന്നു. എന്നാൽ ഇത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരസ്യ ലംഘനമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. അപൂർവ ഇനം കണ്ടൽക്കാടുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ചക്കംകണ്ടം കായലോരം. എന്നാൽ വ്യാപകമായി കണ്ടൽ നശീകരണം നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചങ്ങരംകുളത്ത് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം, യുവാവ് മരിച്ചു. ആനക്കര സ്വദേശി 23 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു ചങ്ങരംകുളം ടൗണിൽ അപകടമുണ്ടായത്. പരിക്കേറ്റ അകലാട് സ്വദേശി വിനീത്, ആൽത്തറ സ്വദേശികളായ വിവേക്, രാഹുൽ, ശ്രീരാഗ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ആൽത്തറയിൽ നിന്ന് ചങ്ങരംകുളം മാർസ് സിനിമാസിൽ സിനിമ കാണാനായി വന്നിരുന്ന 6 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ആനക്കര സ്വദേശി ശ്രീരാഗ് സഞ്ചരിച്ച ഹ്യൂണ്ടായി i10 കാറിനെ ഇടിച്ചു തെറിപ്പിച്ച് കടയിലേക്ക് കയറിയത്. ഹ്യൂണ്ടായി കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്രീരാഗിനെ കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രസുതേന്തി വാഴ്ചയും ദിവ്യബലിയും നടന്നു. തുടർന്ന് തീർത്ഥകേന്ദ്രത്തിന്റെ ദീപാലങ്കാരത്തിന്റെയും നിലപ്പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ നിർവഹിച്ചു. 7:30-ന് തീർത്ഥകേന്ദ്രം അങ്കണത്തിൽ ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 5:45-ന് ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരിപ്രദക്ഷിണവും തുടർന്ന് ദിവ്യബലിയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടമെഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 5-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദവും, രാത്രി 10-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടമെഴുന്നള്ളിപ്പുകളുടെ സമാപനവും, തേര് മത്സരം, ബാൻഡ് മത്സരം എന്നിവയും അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30-നും 7-നും 8-നും ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും. ലൂർദ് കത്രീഡൽ സഹവികാരി ഫാദർ അനു ചാലിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഡോക്ടർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് തീർത്ഥകേന്ദ്രത്തിലും 6 മണിക്ക് ഇടവക ദേവാലയത്തിലും ദിവ്യബലി നടക്കും. ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടമെഴുന്നള്ളിപ്പ് ഉണ്ടാകും. രാത്രി 9 മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി കിരീടമെഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7:30-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയും ഒപ്പീസും നടക്കും. വൈകിട്ട് 7-ന് പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകം ഉണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് തൃശൂർ കലാസദൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമ്മൽ, കൈക്കാരന്മാരായ KF സൈമൺ, KN ജോൺസൺ, PA വർഗീസ്, KR ജിൻസൺ, ജനറൽ കൺവീനർ CT ഫ്രാൻസിസ് തുടങ്ങിയവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയ്ക്ക് തുടക്കമായി. രാവിലെ വികാരി ഫാദർ ഷാജു ഊക്കൻ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ച ശേഷം അടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടിയാണ് ഊട്ടുപുര സജീവമായത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഊട്ടുസദ്യയിൽ ഏകദേശം 20,000-ഓളം വിശ്വാസികൾ പങ്കെടുക്കുമെന്നാണ് കണക്ക്. മുൻവർഷങ്ങളിൽ ഭക്ഷണമൊരുക്കിയിരുന്ന മോഹനന്റെ നേതൃത്വത്തിലാണ് ഇക്കുറിയും പാചകം നടക്കുന്നത്. 1000കണക്കിന് കിലോ പച്ചക്കറിയും അരിയും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഭക്ഷണമൊരുക്കുന്നത്. ചോറ്, സാമ്പാർ, കായയും പയറും, തോരൻ, ചെത്തുമാങ്ങ അച്ചാർ എന്നീ വിഭവങ്ങളടങ്ങിയ സദ്യയാണ് തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്കായി ഒരുക്കുന്നതെന്ന് പാചകത്തിന്റെ ചുമതല വഹിക്കുന്ന മോഹനൻ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന കഴിയുന്നതുവരെയാണ് സാധാരണയായി വിതരണം ചെയ്തു വരുന്നത്. ഭാരതത്തിലെ ആദ്യ നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രമായ മറ്റത്തെ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് ഊട്ടുസദ്യയിൽ പങ്കെടുത്ത് മാതാവിന്റെ അനുഗ്രഹം നേടിയാണ് മടങ്ങാറുള്ളതെന്ന് ഊട്ട് കൺവീനർ TT സജീവ് പറഞ്ഞു. ഭാരതത്തിലെ നിത്യസഹായ മാതാവിന് വേണ്ടി പ്രതിഷ്ഠിതമായിട്ടുള്ള ആദ്യ ദേവാലയമാണ് മറ്റത്തിലെ നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം. മാതാവിൻ്റെ അനുഗ്രഹം തേടുന്നതിനും മാധ്യസ്ഥം യാചിക്കുന്നതിനുമായി 1000കണക്കിന് ആളുകളാണ് ഓരോ വർഷവും തിരുനാൾ ദിനത്തിൽ പ്രത്യേകിച്ച് കടന്നു വരുന്നത്. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ അനുബന്ധിച്ച് നടക്കുന്ന ഊട്ട്. 20,000-ലധികം പേര് വന്ന് മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ സൗജന്യ ഊട്ട് ഭക്ഷിച്ചു പോകുന്നു. എല്ലാവരും മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുകയും
തീർത്ഥകേന്ദ്രത്തിലെ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണ വിതരണം നടക്കുന്നത്. കൂടാതെ പാഴ്സലായും നേർച്ച സദ്യ വിശ്വാസികൾക്ക് നൽകി വരുന്നുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. ചിറളയം HCC GUP സ്കൂളിന്റെ ശതാബ്ദിയുടെ ഭാഗമായി സെന്റോ HCC എന്ന പേരിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സ്കൂളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനമേശയും കസേരയും നൽകുന്ന ചടങ്ങ് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI ഉദ്ഘാടനം ചെയ്തു. അർഹരായ കുടുംബങ്ങൾക്കുള്ള ആദ്യ ഗഡു സാമ്പത്തിക സഹായം ചിറളയം HCC GUP സ്കൂളിന്റെ പ്രധാന അധ്യാപിക സിസ്റ്റർ അൻസ ജോസ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ആൻജോസ് CMC യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. OSA പ്രസിഡന്റ് ജോളി C. ഐപ്പ്, PTA പ്രസിഡന്റ് ജാസിൻ P. ജോബ്, സ്റ്റാഫ് പ്രതിനിധി AV ജെസ്സി എന്നിവർ സംസാരിച്ചു. PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മന്ത്രിയും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ K. രാധാകൃഷ്ണൻ പറഞ്ഞു. CCTV ഓഫീസ് സന്ദർശിച്ച ശേഷം പ്രത്യേക അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള തരംഗമോ അടിയൊഴുക്കുകളോ ഇല്ല. ബോധപൂർവമായ ഈ പ്രചരണത്തിന് പിന്നിൽ UDF ആണ്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റി കേന്ദ്രത്തിലെ നീതി ആയോഗ് പോലെയുള്ള ഏജൻസികളുടെ പട്ടിക മാത്രം പരിശോധിച്ചാൽ മതി. സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ചുറ്റിവരിയുമ്പോഴും നാടിൻ്റെ വികസനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടില്ലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ 7.5 കൊല്ലം കൊണ്ട് ചെയ്തത്. ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ സ്കൂളുകളിലെ സ്ഥിതി ഒന്ന് പോയി നോക്കുക. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ സ്ഥിതി എന്ന് പറയുന്നത് ഹൈടെക്കായി എന്ന് മാത്രമല്ല, എല്ലാ സ്കൂളുകളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു. നമ്മുടെ കുട്ടികളുടെ നിലവാരം, അധ്യാപകരുടെ നിലവാരം എല്ലാം വർദ്ധിച്ചു. 5000-ഓളം കോടി രൂപയാണ് നമ്മുടെ സ്കൂളുകളിലെ കെട്ടിടങ്ങൾ, അതുപോലെ അവിടെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രം. കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ നമ്മുടെ സ്കൂൾ അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. കാരണം ഒരു സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം. ആ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട കാര്യം. ഈ സമൂഹത്തിന് വേണ്ടിയല്ല അത് ചെയ്യുന്നത്. ഈ സമൂഹത്തിലെ ഓരോ ജനവിഭാഗത്തിൻ്റെയും കുട്ടികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് കാണുന്നില്ല ആരും. EDയുടേത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇതുകൊണ്ടൊന്നും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാകില്ല. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ മുഖം വികൃതമായ BJP ആരോപണങ്ങളുടെ കറയില്ലാത്ത CPMനെതിരെ തിരിഞ്ഞതിൻ്റെ ഫലമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിക്കൽ. അനാവശ്യ അന്വേഷണവും നടന്നു വരികയാണ്. ഇതുകൊണ്ടൊന്നും പാർട്ടിയെ തളർത്താനാകില്ല, ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞു. മോദിയുടെ നിരന്തര സന്ദർശനം കൊണ്ട് ഒരു ഉപകാരവും ആ പാർട്ടിക്ക് ലഭിക്കില്ലെന്നും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ അവഗണിക്കാനാകില്ലെന്നും K. രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ വന്നല്ലോ, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് വന്നല്ലോ. സ്ത്രീ ശാക്തീകരണം ഗുജറാത്തിലെ സ്ത്രീ ശാക്തീകരണം എന്താണ്? മധ്യപ്രദേശിൽ എന്താണ്? അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ എന്താണ്? അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം സഹിക്കുന്ന സ്ത്രീകളാണ്. ഇവിടെ ദാരിദ്ര്യം സഹിക്കുന്നവരുടെ 0.48% കുറഞ്ഞു. ഇവിടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ലോക്കൽ ബോഡീസിലേക്ക് വരാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യയിൽ 50% സ്ത്രീകൾക്ക് സംവരണം ലോക്കൽ ബോഡീസിൽ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. അവരോട് വന്നിട്ടാണ് ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നത്. CCTV ഓഫീസ് സന്ദർശിക്കാനെത്തിയ ദേവസ്വം പിന്നോക്കക്ഷേമ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ K. രാധാകൃഷ്ണനെ CCTV ചെയർമാൻ KC ജോൺസൺ, ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, PM സോമൻ, ജനറൽ മാനേജർ സിൻഡോ ജോസ്, കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ, സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സ്ഥാനാർത്ഥിയോടൊപ്പം CPM ഏരിയ സെക്രട്ടറി MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി, NCP സംസ്ഥാന കമ്മിറ്റി അംഗം EA ദിനമണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് CCTV. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. ജെറുസലേം സെന്ററിലെത്തിയ സ്ഥാനാർത്ഥിയെ UDF കാട്ടകാമ്പാൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MM അലി കൊന്നപ്പൂക്കൾ നൽകിയും ത്രിവർണ്ണ ഷാൾ അണിയിച്ചും സ്വീകരിച്ചു.
UDF നേതാക്കളായ കെ ജയശങ്കർ, MS മണികണ്ഠൻ, AY മുഹമ്മദ് കുട്ടി, അറഫ മൊയ്തുണ്ണി ഹാജി, വിൽസൺ ചെറുവത്തൂർ, ജോർജ് കൊള്ളന്നൂർ, NK അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നടന്ന സ്വീകരണങ്ങളിൽ സ്ഥാനാർത്ഥിയെ പുത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ബൈക്ക് റാലികളുടെ അകമ്പടിയോടെയുമാണ് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ആനയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വ്യക്തിപരമായിട്ടല്ലെന്നും രാഷ്ട്രീയപരമാണെന്നും മന്ത്രിയും ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ K രാധാകൃഷ്ണൻ പറഞ്ഞു. കുന്നംകുളം പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദി കാൻഡിഡേറ്റിൽ പങ്കെടുക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. മന്ത്രിയായതുകൊണ്ടല്ല താൻ സ്ഥാനാർത്ഥിയായത്, പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് മത്സരിക്കുന്നത്. CPM ഫണ്ടുകൾ സുതാര്യമാണ്. ഇലക്ട്രൽ ബോണ്ട് വഴിയല്ല CPM ഫണ്ട് ശേഖരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ED അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. നരേന്ദ്രമോദി സ്ഥിരമായി കേരളത്തിൽ വരുന്നതിൽ CPM-നും LDF-നും യാതൊരു ആശങ്കയും ഇല്ല. പ്രീപോൾ സർവേ റിപ്പോർട്ടുകൾ കണക്കിലെടുക്കുന്നില്ലെന്നും രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു. നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം ലഭിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കുന്നില്ല, രാധാകൃഷ്ണൻ പറഞ്ഞു. കാർഷിക മേഖല അഭിവൃദ്ധി നമുക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് എല്ലാം പുറമേ നിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമുക്ക് കുറേ കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. കുറച്ചുകൂടി പ്ലാനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിഭവങ്ങൾ ശേഖരിച്ച് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ, അത് സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യും. സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ലെന്ന് രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. 18ാമത് ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിക്കും. രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിക്കുന്നതിനൊപ്പം ഭീതിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ട സ്ഥിതിയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിട്ടില്ല. ജനാധിപത്യവും മതേതരത്വവും തകർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ ഏത് നിലയും ഇല്ലാതാക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചു. അതൊരു മുഖ്യമന്ത്രിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നാളെ ഏത് പൗരനും അത് ബാധിക്കും. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ദേശീയ തലത്തിൽ ജനാധിപത്യ സംവിധാനങ്ങൾ തകർന്നടിയുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ മതേതര സങ്കല്പവും ഇല്ലാതാകുകയാണ്. ഒരു പരിധിവരെ പൗരസ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക്. നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതവും ട്രഷറർ സുമേഷ് P. വിൽസൺ നന്ദിയും പറഞ്ഞു. LDF നേതാക്കളായ MN സത്യൻ, M. ബാലാജി, EA ദിനമണി എന്നിവരും രാധാകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വേലൂർ മേഖലയിൽ പര്യടനം നടത്തി. പഞ്ചായത്തിലെ കിരാലൂർ പള്ളി പരിസരത്ത് നിന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച പര്യടനം കടങ്ങോട്, ചൊവ്വന്നൂർ, ആർത്താറ്റ്, കുന്നംകുളം, പോർക്കുളം, കാട്ടാകാമ്പാൽ, കടവല്ലൂർ, എരുമപ്പെട്ടി എന്നിവിടങ്ങളിലെത്തി രാത്രി 10 മണിക്കാണ് സമാപിച്ചത്. പര്യടനത്തിന്റെ ഉദ്ഘാടനം KPCC സെക്രട്ടറി ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ നിർവഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, UDF കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC സെക്രട്ടറി CI ടി മാത്യു, ബിജോയ് ബാബു, വേലൂർ മണ്ഡലം UDF ചെയർമാൻ ഫ്രെഡി ജോൺ, കൺവീനർ PP രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമേന്ദ്രൻ തുടങ്ങി നിരവധി പേർ പര്യടനത്തിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുന്നംകുളത്ത് ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സമകാലിക സംഭവ വികാസങ്ങൾ കോർത്തിണക്കി ഭൂതക്കണ്ണാടി നാടകവും കലാപരിപാടിയും അവതരിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് എതിർവശത്തുള്ള ടാക്സി പാർക്കിൽ നടന്ന ചടങ്ങിൽ CPI കുന്നംകുളം നിയോജക മണ്ഡലം സെക്രട്ടറി KT ഷാജൻ സംസാരിച്ചു. കലാജാഥ ലീഡർ MR സായുജ് കൃഷ്ണൻ, ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ, സംസ്ഥാന ചെയർമാൻ ഷാനവാസ് ഖാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലമുരളി, ജോസ് ജോൺ, OK ശശി, രഞ്ജൻ മാത്യു, KM മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. നാടകത്തിൽ VV ഹാപ്പി, TG വിജിമോൾ, സായുജ് കൃഷ്ണ, ആകാശ് മേനോൻ, P നിത, E രാജൻ തുടങ്ങിയവർ അഭിനേതാക്കളായി. ആലത്തൂർ പാർലമെന്റ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എരുവപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. എരുവപ്പെട്ടി, തിപ്പല്ലൂർ അമ്പല പരിസരം, കാഞ്ഞിരക്കോട്, ചിറ്റണ്ട, മങ്ങാട്, ആറ്റത്ര എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത്. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, എരുവപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ NK കബീർ, കൺവീനർ മുരളീധരൻ അമ്പലപ്പാട്ട്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി PS സുനീഷ്, നേതാക്കളായ അജു നെല്ലുവായ്, ചന്ദ്രപ്രകാശ് ഇടമന, K ഗോവിന്ദൻകുട്ടി, കബീർ കാഞ്ഞിരക്കോട്, ഗിരീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ ബിജോയ് ബാബു, സുരേഷ് മമ്പറമ്പിൽ, K ജയശങ്കർ, സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു.
CITU വടക്കേക്കാട് മേഖലാ കമ്മിറ്റി തൊഴിലാളി കുടുംബ സംഗമം നായരങ്ങാടി PCM പ്ലാസയിൽ നടത്തി. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. MA വിജയൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം വത്സൻ മാളിയേക്കൽ, CPM വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. ഷംസുദ്ദീൻ, വയലത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് വാഴപ്പുറം, കർഷക സംഘം ചാവക്കാട് ഏരിയ ട്രഷറർ V. വിദ്യാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര, വിജയൻ അഞ്ഞൂർ, വടക്കേക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ രുക്ന സുധീർ, സരിത, ഷിജില എന്നിവർ പങ്കെടുത്തു. CIA നിയമത്തിനെതിരെ പൂക്കോട് നാടക സംഘം രമേശിന്റെ സംവിധാനത്തിൽ അവതരിപ്പിച്ച പേര് എന്ന നാടകവും തൊഴിലാളി കുടുംബങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. കടകമ്പൽ പഞ്ചായത്തിലെ കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട് പള്ളിക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. 100 കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിനംപ്രതി പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഉയർന്ന പ്രദേശമായ മൂലേപ്പാട് മേഖലയിൽ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ ഇത്തരത്തിൽ ശുദ്ധജലം പാഴാകുന്നത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ജലജീവൻ പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പുകളുടെ നിലവാരക്കുറവാണ് അടിക്കടി പൈപ്പ് പൊട്ടാൻ കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തി ശുദ്ധജലം പാഴാകുന്നതിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചൊവ്വനൂർ പഞ്ചായത്തിലെ 1500 ഏക്കർ കൃഷിഭൂമിയിൽ നെൽകൃഷി ചെയ്ത 750 കർഷകർക്ക് സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നില്ലെന്ന ആക്ഷേപം. സപ്ലൈകോയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് 8 പാടശേഖര സമിതി ഭാരവാഹികൾ ഏപ്രിൽ 21 മുതൽ തൃശൂരിൽ സപ്ലൈകോ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർദ്ധിച്ച കൃഷിച്ചെലവും കുറഞ്ഞ നെൽവിലയും കാരണം പല കർഷകരും ദുരിതം അനുഭവിക്കുകയാണ്. ബാങ്കുകാർ കർഷക വിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമ്പോൾ കർഷകർക്ക് ലഭിക്കേണ്ട പണം നൽകാതെ കർഷകരെ അവഗണിക്കുന്ന സമീപനമാണെന്ന് ഭാരവാഹികൾ സൂചിപ്പിച്ചു. പല കർഷകരും പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. പാട്ടസംഖ്യ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകരെന്ന് ഭാരവാഹികളായ വിൽസൺ പുലിക്കോട്ടിൽ, MA അബൂബക്കർ, CR ആന്റോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിന്റെ വില പരമാവധി ചെലവിനനുസരിച്ചിട്ട് വർദ്ധിക്കുന്നില്ല. ചെലവുകൾ കൂടുന്നതിനൊരു കുറവില്ല. എന്നാൽ മിഡ് കഴിഞ്ഞ് PRS എഴുതിയാലും ഞങ്ങൾക്ക് പണം കിട്ടാനുള്ള സാഹചര്യം നിലവിലില്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ പണം കിട്ടാത്ത എല്ലാ കർഷകരുടെയും പണം എനിക്ക് കിട്ടണം, ഞങ്ങൾക്ക് കിട്ടണം. അത് എൻ്റെ ആവശ്യം വേണ്ടി മാത്രം ഞാൻ വരില്ലാകുള്ളൂ. പിന്നെ പറയും 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് ഇന്നലെയും പറയും. ഞാൻ 2 മാസം മുമ്പ് പോയി, എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയി, മറുപടി കിട്ടിയില്ല. ഈ പത്രങ്ങളിലൊക്കെ എഴുതുന്നുണ്ട് എല്ലാ പെൻഷനും കൊടുത്തു, എല്ലാം കൊടുക്കണു, എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. എന്നാൽ കർഷകന് കൊടുക്കാൻ പറ്റുന്നത് ഇവരെല്ലാം തീറ്റിപ്പറ്റാൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകരെ ഞങ്ങളാണ്. വയസ്സായവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, കൂടുതൽ കൊടുക്കണമെന്ന് ഞാൻ പറയാം. KM വേണുഗോപാൽ, V ബാലകൃഷ്ണക്കുറുപ്പ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. വെള്ളാട്ടഞ്ഞൂർ സഹകരണ ബാങ്കും പാടശേഖര സമിതിയും സംയുക്തമായി സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. 3ാം വർഷമാണ് സാംസ്കാരിക സന്ധ്യ ഒരുക്കുന്നത്. വെള്ളാട്ടഞ്ഞൂർ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങ് പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TM വേണു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലളിത ഗോപി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് മെമ്പർ ഷേർലി ദിലീപ് കുമാർ, MGS നായർ, ഡോക്ടറേറ്റ് നേടിയ ജസ്റ്റീന ഫെഡി, കർഷകനായ ഷിബു VC, ആൽവിൻ AR എന്നിവരെ ആദരിച്ചു. മുൻ ബാങ്ക് പ്രസിഡന്റ് AS സോമനാഥൻ, പുലിയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് MV രവികുമാർ, സംഘാടക സമിതി ഫിനാൻസ് കൺവീനർ KS ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊന്നണിഞ്ഞ മേടം പടിവാതിൽക്കലെത്തി. വിഷുവിന് ഒരു നാൾ മാത്രം ബാക്കി നിലയ്ക്ക് കുന്നംകുളത്തെ പടക്ക പച്ചക്കറി വിപണികൾ സജീവമായി. വൈവിധ്യവും വിസ്മയവും ഒരുക്കി പുതിയ ഉൽപ്പന്നങ്ങൾ പടക്ക വിപണിയിലുണ്ട്. 5 വശങ്ങളിലൂടെ പലതരത്തിൽ കത്തി മയിൽപീലി കാഴ്ചയൊരുക്കുന്ന പീകോക്ക് വിപണിയിലെ പുതിയ താരമാണെന്ന് കച്ചവടക്കാർ പറയുന്നു. സ്വർണ്ണ മഞ്ഞ നിറത്തിൽ കത്തുന്ന പൂക്കൾ, വർണ്ണം പടർത്തി ചിത്രശലഭം പറന്നുയരുന്ന തരത്തിൽ നിന്നു കത്തുന്ന ബട്ടർഫ്ലൈ, 50 സെന്റിമീറ്റർ വരെ നീളമുള്ള പല നിറത്തിൽ കത്തുന്ന കമ്പിത്തിരികൾ, വർണ്ണവൈവിധ്യങ്ങളുടെ മേശപ്പൂക്കൾ, മാജിക് പെൻസിൽ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വിപണി പിടിച്ചടക്കി കഴിഞ്ഞു. ആകാശവിസ്മയം പോലുള്ള വളരെ ഉയരത്തിൽ പോയി പൊട്ടുന്ന ചൈനീസ് ഇനങ്ങൾക്കാണ് ഏറെ ആവശ്യക്കാർ. 10 രൂപ മുതലുള്ള പൂക്കുറ്റികളും 200 രൂപ മുതലുള്ള മാലപ്പടക്കങ്ങളും 500, 1000, 1500, 2000 രൂപയ്ക്കുള്ള പടക്ക കിറ്റുകളും ഉണ്ട്. ശിവകാശിയിൽ നിന്നാണ് കുന്നംകുളത്തെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് പടക്കങ്ങൾ എത്തുന്നത്. പടക്കവിലയിൽ കാര്യമായ മാറ്റം ഇത്തവണയില്ല. 5 സൈഡ് പീക്കോക്കിന് 400 രൂപയും 4 സൈഡ് പീക്കോക്കിന് 250 രൂപയുമാണ് വില. കടുമഞ്ഞ നിറത്തിൽ കത്തുന്ന പൂക്കൾക്ക് 125 രൂപയും സ്വർണ്ണ നിറത്തിന് 150 രൂപയുമാണ് നൽകേണ്ടത്. 10 എണ്ണമുള്ള ബട്ടർഫ്ലൈ പാക്കറ്റിന് 150, 30 ഷോട്ട് മേശപ്പൂ 450, കളർ ഷോട്ട് 600 എന്നിങ്ങനെയാണ് വില. പടക്കം വാങ്ങാനെത്തുന്നവരും ഇക്കുറി കൂടുതലാണ്. വിലയിൽ മുൻവർഷത്തേക്കാൾ വലിയ വർധനയില്ലെന്നതും
വൈവിധ്യമാർന്ന പുതിയതരം പടക്കങ്ങൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ്. മുൻവർഷങ്ങളെപ്പോലെ സാമ്പത്തിക മാന്ദ്യം ജനങ്ങളിൽ ഇത്തവണ ഇല്ലെന്നാണ് നഗരത്തിൽ കാലങ്ങളായി പടക്കക്കച്ചവടം നടത്തുന്ന BD&T കമ്പനി ഉടമ CK ബോബൻ പറയുന്നത്. സുപ്രീംകോടതിയുടെ ഉത്തരവനുസരിച്ച് പുക കുറഞ്ഞ 2400-ൽ പരം ഗ്രീൻ വർക്ക് ഐറ്റംസ് ആണ് BD&T കമ്പനിയിൽ വിപണനം ചെയ്യുന്നത്. ഇതിനാൽ വിശ്വസ്തയോടെ കച്ചവടം നടത്തുന്നതിലുപരി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കമ്പനിക്ക് സാധിക്കുന്നുണ്ടെന്ന് CK ബോബൻ പറഞ്ഞു. 2 വർഷത്തെ വിഷു കോവിഡ് കൊണ്ടുപോയപ്പോൾ ഇത്തവണ കച്ചവടം മികച്ചതാകുമെന്നാണ് പടക്ക വ്യാപാരികളുടെ പ്രതീക്ഷ. വിഷുചന്തയിൽ പച്ചക്കറികൾക്ക് ഇന്നലത്തെ നിലവാരമനുസരിച്ച് വില കയറി തുടങ്ങിയിട്ടില്ല. വിഷുസദ്യയുമായി കാര്യമായ ബന്ധമില്ലാത്ത ബീൻസിന് കിലോഗ്രാമിന് 120 രൂപ, കുക്കുംബർ 65 രൂപ എന്നീ വിലയിൽ മുന്നിലാണ്. സ്വർണ്ണ നിറമുള്ള കണിവെള്ളരികൾ യഥേഷ്ടം വിപണിയിലുണ്ട്. കണിവെള്ളരിക്ക് മൊത്തവില കിലോയ്ക്ക് 30 രൂപയും ചില്ലറ വില 40 രൂപയുമാണെന്ന് കച്ചവടക്കാർ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചയും മഞ്ഞയും കലർന്ന വെള്ളരി 25 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു സംഗമം സംഘടിപ്പിച്ചു. പകൽ വീട്ടിൽ നടന്ന സംഗമം നഗരസഭ ഉപാധ്യക്ഷ അനിഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം വൈസ് പ്രസിഡന്റ് KV രാധാകൃഷ്ണ വാര്യർ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങൾക്ക് വിഷു കൈനീട്ടവും വിഷുക്കട്ടയും വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, ജോർജ് പോൾ നീലങ്കാവിൽ, അനിൽ കല്ലാട്ട്, ഇന്ദിര സോമസുന്ദരൻ, പ്രഹ്ലാദൻ മാമ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു. ജനസാഗരം തീർത്ത് മന്ദലാംകുന്നിൽ ബീച്ച് ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം ദിനത്തിലും തീരദേശത്ത് അത്യപൂർവമായ തിരക്കാണ് ദൃശ്യമായത്. ശക്തമായ ചൂടിലും വൈകിട്ട് 4 മണി മുതൽ സന്ദർശകർ എത്തിത്തുടങ്ങി. കടൽത്തിര രൂക്ഷമായതിനെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളോടെയായിരുന്നു സന്ദർശകരെ കടലിലേക്ക് ഇറക്കിയിരുന്നത്. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ റൈഡുകളിലും തിരക്ക് ദൃശ്യമായിരുന്നു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ചെയർമാനായും വാർഡ് മെമ്പർ കൺവീനറായുമുള്ള ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് 2 വർഷമായി ബീച്ച് ഫെസ്റ്റിവലിന് ചുക്കാൻ പിടിക്കുന്നത്. ആദ്യ ദിനം ജംഷീദ് മഞ്ചേരി നയിച്ച ഗാനമേള ഉണ്ടായിരുന്നു. 2ാം ദിനം സിനി ആർട്ടിസ്റ്റ് അമൻ കരീം ആൻഡ് ഫിദ നയിച്ച ഗാനമേള, ഒപ്പന, സൂഫി ഡാൻസ് എന്നിവയും ഉണ്ടായി. വരും ദിവസങ്ങളിൽ ഫ്യൂഷൻ മ്യൂസിക്, നാടൻപാട്ട്, ഗസൽ നിലാവ് എന്നീ പരിപാടികളും ഒരുക്കിയിട്ടുള്ളതായി വാർഡ് മെമ്പർ കൂടിയായ അസീസ് മന്നലാങ്കുന്ന് പറഞ്ഞു. വാഹന നിയന്ത്രണത്തിന്റെ ഭാഗമായി വടക്കേക്കാട് പോലീസിന് പുറമെ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രദേശത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കർമ്മനിരതരായി സേവനം ചെയ്യുന്നുണ്ട്. CCTV ന്യൂസ് പൊന്നിയൂർകുളം. പുരോഗമന കലാസാഹിത്യ സംഘം എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. സുരേഷ് വടുതലയുടെ വീട്ടിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുമന സുഗതൻ അധ്യക്ഷയായി. പൂക്കാസ ജില്ലാ കൗൺസിൽ അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ കേരളം എന്ന മാനവികത എന്ന വിഷയത്തിൽ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി സിന്ധു കൃഷ്ണൻ, തുള്ളൽ കലാകാരൻ പ്രദീപൻ നമ്പീശൻ, ചിത്രകാരൻ സുധാകരൻ നെല്ലുവായ്, സംഗീത അധ്യാപിക കലാമണ്ഡലം ജലജ ടീച്ചർ, കലാകാരൻ സുധി, പുരോഗമന പ്രസ്ഥാന പ്രവർത്തകരായ PT ദേവസി, ഫ്രാൻസിസ്, TK ശിവൻ, വാർഡ് മെമ്പർ NP അജയൻ, അങ്കിത സുഗതൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞാരുവായ് ശ്രീ ചെറുവർബത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കൽ, മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ദേവിക്ക് കളകപ്പമാടൽ, ഉച്ചപൂജ എന്നിവയും പ്രസാദ ഊട്ടുമുണ്ടായി. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്തേറി പുറത്തേക്ക് എഴുന്നള്ളിപ്പും വെള്ളിത്തിരുത്തി ഉണ്ണിനാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും അരങ്ങേറി. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, തായമ്പക, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയോടെ പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾക്ക് സമാപനമായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. മറ്റം ചെട്ടിയാംകുളത്ത് കുടിവെള്ള ടാങ്കർ ലോറി മറിഞ്ഞു. വാഹനത്തിലെ സഹായിക്ക് പരിക്ക്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ വാഹനത്തിലെ സഹായിയായ ബ്രഹ്മകുളം സ്വദേശി ദീപകിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വേനൽക്കാല കുടിവെള്ള വിതരണം നടത്തുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടുകൂടിയായിരുന്നു അപകടം. മേഖലയിൽ കുടിവെള്ള വിതരണം നടത്തി മടങ്ങിപ്പോകാനായി വാഹനം പുറകിലേക്ക് എടുക്കുന്നതിനിടെ ഏകദേശം 10 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിന്റെ ഡ്രൈവർ ബ്രഹ്മകുളം സ്വദേശി ആൻസനും ദീപക്കുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പിറകിലേക്ക് ഇറങ്ങി നീങ്ങുന്നതിനിടെ ചാടാൻ ശ്രമിച്ച ദീപകിന്റെ തല വാഹനത്തിലിടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. സംഭവം നടന്ന ഉടനെ നാട്ടുകാരുടെ സഹായത്തോടെ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 4000 ലിറ്റർ വെള്ളം നിറയ്ക്കുന്ന ടാങ്കിൽ നിറയെ വെള്ളമുണ്ടായിരുന്നതിനാൽ വാഹനം നിയന്ത്രണത്തിലാക്കാൻ ഡ്രൈവർക്ക് കഴിയാതെ വരികയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നടത്തിയിരുന്ന 2 വാഹനങ്ങളിലൊന്നാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടാണശ്ശേരി സ്വദേശി ജോൺ എന്നയാളാണ് പഞ്ചായത്തിന്റെ കുടിവെള്ളത്തിന് കരാറെടുത്തിരുന്നത്. മറ്റൊന്ന് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്ര
കേന്ദ്രത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള അമ്പെഴുന്നള്ളിപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലേക്ക് വാഹനം മറഞ്ഞു വീഴുന്ന സമയം വീട്ടുകാർ വീടിനുള്ളിലായിരുന്നതും അപകടത്തിന്റെ തീവ്രത കുറച്ചു. CCTV ന്യൂസ്, കേച്ചേരി. പുന്നൂർകുളം കുന്നത്തൂർ രഞ്ജി ക്രിക്കറ്റ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി കേരളത്തിലെ 12 പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന രഞ്ജി ഗോൾഡൻ ജൂബിലി വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഏപ്രിൽ 17 മുതൽ 22 വരെ മുണ്ടൂർ ആത്രയ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6 ദിവസം രാവിലെയും വൈകിട്ടുമായിട്ടാണ് ടൂർണമെന്റ് നടക്കുക. മെയ് മാസത്തിൽ രാമരാജ സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾക്കായി ക്രിക്കറ്റ് കോച്ച് ക്യാമ്പും നടത്തുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പുന്നൂർകുളം വടക്കേക്കാട് പഞ്ചായത്തുകളിൽ പുന്നൂർകുളം ശാന്തി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ജീവൻ രക്ഷാ പ്രവർത്തന ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുവാനും റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ 8നും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ശില്പശാലകൾ, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടത്തുവാനും തീരുമാനിച്ചതായി ക്ലബ്ബ് സെക്രട്ടറി സജീവ് കരുമാലിക്കൽ, ജനറൽ കൺവീനർ ലിബിൻ, സെയ്ദ് ഹാരിസ്, അജീഷ് എന്നിവർ അറിയിച്ചു. കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് ക്ലാസുകൾ സൗജന്യമായി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തന്നെ മെമ്പറാണ് ഡോക്ടർ അജിത്ത് ഭയങ്കര ഹോസ്പിറ്റൽ അനസ്തേഷ്യ. അദ്ദേഹം ഈ ലൈഫ് ഹാക്സ് പരിപാടികളിലും സ്കൂളുകളിലും പ്രത്യേകിച്ച് സ്കൂളുകളുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് 12-13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അവിടെ നിന്നാണ് ക്യാച്ച് ദം യങ് എന്നൊരു മെത്തഡിലൂടെ വളരെ നേരത്തെ കൊണ്ടുവരിക. അപ്പോൾ ലൈഫ് ഹാക്സ്, അതുപോലെ ട്രാഫിക് ബോധവൽക്കരണം. അതായത് പലർക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിളാണ്, ഒരു സ്കൂളിലെ ടീച്ചർമാർ ക്ലാസ്. ഗുരുവായൂർ തിരുവെങ്കടം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു കണി കിറ്റ് വിതരണം ചെയ്തു. ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V. ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി M. ശ്രീനാരായണൻ, ഷൺമുഖൻ തെച്ചിയിൽ, ഗോപി മനയത്ത്, PV രാജൻ, സുകുമാരൻ കണ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 100 കുടുംബങ്ങൾക്കാണ് സൗജന്യമായി കിറ്റുകൾ നൽകിയത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വിഷു സംക്രമത്തിന്റെ ഭാഗമായി ലക്ഷം ദീപം തെളിയിച്ചു. ക്ഷേത്രാങ്കണത്തിൽ മുഴുവൻ ചിരാതുകളും നിലവിളക്കും കത്തിച്ചാണ് ലക്ഷം ദീപം തെളിയിച്ചത്. ദീപാർച്ചന കണ്ടു തൊഴാൻ ഭക്തജന തിരക്ക് ദൃശ്യമായി. ക്ഷേത്ര ഭാരവാഹികളായ കലാനിലയം സുകുമാരൻ, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത്, C. ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുറഹീമിനെ ചേർത്ത് പിടിച്ച് പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ഹോസ്പിറ്റൽ ആൻഡ് മദ്രസ പരിപാലന കമ്മിറ്റി അബ്ദുൾ ജലീലിനായി സഹായമെത്തിച്ച് സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്നിവരുടെ മോചനത്തിന് വേണ്ടിയാണ് പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റി ധനശേഖരണം നടത്തിയത്. മഹലിന് കീഴിലെ 3 പള്ളികളിൽ നിന്നായി 1,01,800 രൂപ നൽകി. മഹൽ ഖത്തീബ് ആനയമങ്ങാട് ഫൈസിയുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണം ഒരുക്കിയത്. പുത്തൻപള്ളി ജാറം മഹൽ പ്രസിഡന്റ് അഷ്റഫ് വിരിപ്പിൽ, സെക്രട്ടറി ഫൈസൽ തെക്കേപ്പുറം, ഹോസ്പിറ്റൽ ചെയർമാൻ ഷക്കീർ വീട്ടുവളപ്പിൽ, സ്കൂൾ ചെയർമാൻ ഷബീർ ചിറ്റോത്തിയിൽ, മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മോചനത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായി. വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ആ സഹോദരനെ ഒരു കൈത്താങ്ങായി നാടൊട്ടുക്കും ജാതി മതഭേദമെന്നെയുള്ള കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ചാരത്ത് ഉള്ള ജുമാ മസ്ജിദിൽ വെച്ചുകൊണ്ടും ജുമാ മസ്ജിദ് നടക്കുന്ന 2 പള്ളിയിൽ വെച്ചുകൊണ്ട് കലക്ഷൻ 1,00,000 രൂപ ഇൻഷാ അള്ളാഹ് ഇവിടെ നിന്നും പിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ സഹോദരന് എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ജാതി മതഭേദമെന്നെ സഹായിച്ച സർവ്വജനങ്ങൾക്കും റബ്ബ് തആല നന്മകൾ നൽകി അനുഗ്രഹിക്കട്ടെ. ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ വേഷപകർച്ച പുനരാവിഷ്കരിച്ച സുരേഷിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹം. കരിങ്കൽ തൊഴിലാളിയായ മഴുവഞ്ചേരി തെക്കേപ്പുറത്ത് സുരേഷാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച നജീബ് എന്ന കഥാപാത്രത്തിന്റെ മേക്ക് ഓവറിൽ ഫോട്ടോഷൂട്ട് നടത്തി ശ്രദ്ധേയനായത്. ചെറുപ്പം മുതൽ തന്നെ അഭിനയമോഹമുള്ള സുരേഷ് ആടുജീവിതത്തിന്റെ പോസ്റ്റർ കണ്ട് മഴുവഞ്ചേരി ചിത്രം സ്റ്റുഡിയോയിലെ സുഹൃത്തായ രാജേഷിനെ സമീപിക്കുകയായിരുന്നു. മാതാവിന്റെ മരണശേഷം കഴിഞ്ഞ 4 വർഷമായി നീട്ടി വളർത്തിയ മുടിയും താടിയും ഒപ്പം സമീപത്തെ കടയിൽ നിന്നെടുത്ത ചണച്ചാക്കും ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ടാണ് സുരേഷ് ഫോട്ടോ എടുക്കുന്നതിനായി ഒരുങ്ങിയത്. നജീബിന്റെ ദൈന്യതയാർന്ന നോട്ടവും തളർന്നിട്ടുള്ള ഇരിപ്പുമെല്ലാം സുരേഷ് അനുകരിച്ചപ്പോൾ മികച്ച റിസൾട്ടാണ് ചിത്രങ്ങൾക്ക് ലഭിച്ചത്. സുരേഷിന്റെ വലിയ ആഗ്രഹമാണ് പൃഥ്വിരാജിന്റെ മേക്ക് ഓവറിലൂടെ സഫലമായത്.
അഭിനയത്തോടുള്ള അഭിനിവേശമാണ് തന്നെ ഫോട്ടോഷൂട്ടിന് പ്രേരിപ്പിച്ചതെന്നും സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ട് നിരവധി പേർ അഭിനന്ദനം അറിയിക്കുന്നതായും സുരേഷ് പറഞ്ഞു. എല്ലാവരും പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോരു പറയുന്നുണ്ട്, നന്നായി വൈറലാകുന്നുണ്ട്, 10,000 പേര് കണ്ടു, ഞാൻ ഒരുപാട് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. മുന്നേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മുന്നേ ചില നാടകങ്ങളൊക്കെ ഈ ഏകാംഗ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അരമണിക്കൂറുള്ള നാടകങ്ങളൊക്കെ. അതും ഇവിടെ മുരുകേട്ടൻ, സിനിമാ നടൻ മുരുകേട്ടൻ്റെ കേരളത്തിൽ കാലങ്ങൾക്ക് വർഷങ്ങൾക്കും വേണ്ടിയാണ്. അപ്പം അങ്ങനെയൊന്നും അവരുടെ ഇല്ല. പിന്നെ ഈ ആടുജീവിതം തുടങ്ങിയപ്പോൾ രാജേഷിനോട് സംസാരിച്ചു, രാജേഷ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വിളിച്ചാൽ അങ്ങനെ ഈ മുടിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ രാജേഷ് അവനും പറഞ്ഞു നമുക്ക് അതിങ്ങനെ ഒരു നമുക്ക് ആഗ്രഹം നമുക്ക് ചെയ്താലോ എന്ന്. അപ്പം എനിക്കും ഒരു ആഗ്രഹം തോന്നി. ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞു നമുക്ക് പോയാലോ ചോദിച്ചു. ആള് നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരാളാണ്. മൂപ്പയാളിനെ തൊട്ടടുത്ത് കടയിൽ പോയിട്ട് ചാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാടത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാടത്ത് നട്ടുച്ചയ്ക്ക് പോയത്. നമ്മൾ സുരേട്ടനോട് സുരേട്ടാ ഒരു ചെറിയൊരു സങ്കടം പറ്റ മുഖത്തെന്ന് പറഞ്ഞപ്പോൾ മൂപ്പയാളെ കണ്ടെന്ന് വെള്ളം ചാടിയത്. രാജേഷിനൊപ്പം ചിത്രം പകർത്തുന്നതിന് സഹായികളായി രതീഷും അതുൽ കൃഷ്ണയും ഒപ്പമുണ്ടായിരുന്നു. ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതും മേക്കപ്പ് നടത്തിയതും സുരേഷ് ഒറ്റയ്ക്ക് തന്നെയാണെന്നും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ചിത്രങ്ങൾ മികച്ചതാകാൻ കാരണമെന്ന് ചിത്രമെടുത്ത രാജേഷ് പറഞ്ഞു. അല്ല, ആളുടെ മുടിയും താടിയൊക്കെ അതേ ഏകദേശം അതേപോലെയാണല്ലോ. ഒരാൾ നല്ല അഭിനയിക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നി. ആൾക്ക് ഭയങ്കര കേസാണ് ഈ ഫോട്ടോയ്ക്ക്. മുന്നെടുക്കാരൻ്റെ റോക്കി ബൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുന്ന ചിത്രങ്ങൾ ഇതിനോടകം 10,000ങ്ങളാണ് കണ്ടുകഴിഞ്ഞത്. ഈ റീൽസ് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് സുരേഷിനുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാല രക്ഷാധികാരിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കേശവൻ നമ്പീശൻ മാസ്റ്ററെ അനുസ്മരിച്ചു. വായനശാല പ്രസിഡന്റ് പ്രദീപ് നെല്ലുവായ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. MK ജോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UK മണി, TK ദേവസി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മെമ്പർമാരായിരുന്ന TK ജോസ്, KC വേലായുധൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് NB ബിജു, വായനശാല വൈസ് പ്രസിഡന്റ് അജു നെല്ലുവായ്, ഭരണസമിതി അംഗങ്ങളായ TK ശിവൻ, KP പ്രശാന്ത്, മുൻ ലൈബ്രറിയൻ K അംബുജാക്ഷൻ, CV രാജൻ, കേശവൻ നമ്പീശൻ മാസ്റ്ററുടെ മകൻ കേശവദാസൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വായനശാല സെക്രട്ടറി NS ബാലാജി സ്വാഗതവും ഭരണസമിതി അംഗം ഉണ്ണി നെല്ലുവായ് നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരിയിൽ മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാത്രി 8:30 ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 100 പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരക്കളിക്ക് ശേഷം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ U ഷറഫലി മത്സരം ഉദ്ഘാടനം ചെയ്യും. ഫുഡ്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡൻ ഡയമണ്ട് കുട്ടനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ KMG മാവൂരും ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും തമ്മിൽ ഏറ്റുമുട്ടും. കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. 10 നിരകളിലായി ഒരേ സമയം 7,500 പേർക്ക് ഇരുന്ന് കാണാനാവുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറിയാണ് മത്സരത്തിനായി മുലയംപറമ്പത്ത് പൂരമൈതാനിയിൽ ഒരുക്കിയിട്ടുള്ളത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള പ്രമുഖരായ 26 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കളി കാണുവാൻ സ്ത്രീകൾക്കായി ഗാലറിയിൽ പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. 2 ആംബുലൻസും ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമും മൈതാനത്തുണ്ടാകും. കൂടാതെ 1 കോടി രൂപയ്ക്ക് ടൂർണമെന്റ് ഇൻഷുറൻസും ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, ഗോപിനാഥ് പാലഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പുന്നൂർ കുഴിങ്ങര മണികണ്ഠൻ കൃഷി ഇറക്കിയ കണിവെള്ളരി പാടത്തിൽ 100 മേനി വിളവ്. പുരയിടത്തിനോട് ചേർന്ന് 10 സെന്റ് സ്ഥലത്താണ് വെള്ളരി കൃഷി ഇറക്കിയത്. 2 മാസങ്ങൾക്ക് മുൻപ് ആലത്തൂരിൽ നിന്ന് വാങ്ങിയ മുടികോടൻ ലോക്കൽ ഇനത്തിൽപ്പെട്ട വെള്ളരി വിത്താണ് കൃഷി ഇറക്കിയത്. വെള്ളിയാഴ്ച നടന്ന വിളവെടുപ്പിൽ 250ഓളം കിലോ കണിവെള്ളരിയാണ് ലഭിച്ചത്. 3-ാം വാർഡ് മെമ്പർ റസീന ഉസ്മാൻ, കൃഷി ഓഫീസർ ഗംഗാദത്തൻ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം.
വെള്ളിയാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 5:30 സെന്റ് ബെനഡിക്ട് ചർച്ച് കോലഴി വികാരി ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ നേതൃത്വത്തിൽ ലതീഞ്ഞ് വിശുദ്ധ കുർബാന, നൊവേന എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് വടക്കേക്കാട് SHO എസ് ശിവശങ്കരൻ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനം പാലൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫെബിൻ കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഡെന്നീസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി യോഗം സെക്രട്ടറി മെജോ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടവകാംഗം ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി, കൈക്കാരൻ ബാബു അടക്കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവാസി കൂട്ടായ്മയുടെ ഡയാലിസിസ് കിറ്റ് വിതരണം, കലാപരിപാടികൾ, വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെ ആദരിക്കലും മൊമന്റോ വിതരണവും ഉണ്ടായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച ദിവ്യബലി, കൂടുതുറക്കൽ, തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവെക്കൽ, അമ്പ് വള എഴുന്നള്ളിപ്പും ബാൻഡ് സെറ്റുകളുടെ ഫ്യൂഷൻ കലാപ്രകടനം, വർണ്ണമഴ, പാട്ടുകുർബാന എന്നിവ ഉണ്ടാകും. തുടർന്ന് കൊച്ചിൻ നവദർശൻ ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള ദിവ്യബലിക്ക് ശേഷം തിരുനാൾ സമാപിക്കും. സാവിയോ ഹോം മനക്കൊടി ഡയറക്ടർ റവറൻ ഫാദർ ആന്റണി കൊള്ളന്നൂർ, തിരുനാൾ ജനറൽ തൃശൂർ അതിരൂപതാ വികാരി ഫാദർ ജോസ്കോ നിക്കര, കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ആശ്രമം ഫാദർ ജോസ് ചിറപ്പണത്ത് തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. CCTV ന്യൂസ്, പുന്നയൂർകുളം. വെള്ളാട്ടഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാട്ടഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളാട്ടഞ്ഞൂർ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ക്യാമ്പ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അംഗം വി രാധാകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ വെള്ളാട്ടഞ്ഞൂർ ബാങ്ക് പ്രസിഡന്റ് TM വേണു, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ, സംഘാടക സമിതി പ്രോഗ്രാം കൺവീനർ രാജേഷ് മാസ്റ്റർ, സംഘാടക സമിതി അംഗം സൈമൺ CL എന്നിവർ സംസാരിച്ചു. കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ കണ്ടാണശ്ശേരിയിൽ വിഷുവാണ്യം ആരംഭിച്ചു. കണ്ടാണശ്ശേരി സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുത്തൻകുളത്തിന് സമീപം വെള്ളി, ശനി ദിവസങ്ങളിലായി നടക്കുന്ന വാണ്യത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK ജയന്തി, ഷീബ ചന്ദ്രൻ, ടൈറ്റിൽ സ്പോൺസർമാരായ ഉണ്ണി താഴിശ്ശേരി, മഹീന്ദ്രൻ പനങ്ങാട്ട്, വിഷുവാണ്യം കമ്മിറ്റി ചെയർമാൻ VV സത്യൻ, കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി എന്നിവർ സംസാരിച്ചു. പുത്തൻകുളത്തിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റാളുകളിൽ കണിവെള്ളരി മുതൽ കണ്ണമീൻ വരെയുള്ളവ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികൾ വിഷുവാണ്യത്തിന്റെ ഭാഗമായി നടക്കും. CCTV ന്യൂസ്, കേച്ചേരി. ചാലിശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീര കർഷകർക്ക് വേനൽക്കാല ആശ്വാസ വിതരണം നടത്തി. മിൽമയും ക്ഷീരസംഘവും ചേർന്ന് പാലിന് അധിക വിലയായി നൽകുന്ന തുകയുടെ വിതരണത്തിന്റെയും റിവോൾവിംഗ് ഫണ്ടിന്റെയും വിതരണോദ്ഘാടനം പട്ടാമ്പി P&I സൂപ്പർവൈസർ ഹെഡ് ഉർമിള നിർവഹിച്ചു. ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി മിൽമ ബോർഡും സർക്കാരും നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും പാലിന്റെ സ്വയം പര്യാപ്തതയാണ് ഇത്തരത്തിലുള്ള സഹായങ്ങളിലൂടെ ബോർഡും സർക്കാരും ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. യോഗത്തിൽ ചാലിശ്ശേരി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് PB സുനിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരസംഘം സൂപ്പർവൈസർ രേഷ്മ, ഡയറക്ടർ ബോർഡ് മെമ്പർ ബാബുരാജ്, സംഘം സെക്രട്ടറി KS ഷിബിൻ, KP ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്നു വന്നിരുന്ന OVBS സമാപിച്ചു. ഏപ്രിൽ 7 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. OVBSന്റെ ഭാഗമായി സംഗീത ക്ലാസുകൾ, വിനോദയാത്ര, റാലി, സമ്മാന വിതരണം എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ OVBS വിദ്യാർത്ഥികളുടെ അങ്ങാടി ചുറ്റിയുള്ള റാലി ഉണ്ടായി. വൈകിട്ട് 3:30 വികാരി ഫാദർ ജോൺ ഐസക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൻ C സൈമൺ, ഹെഡ്മാസ്റ്റർ സൈജു KC, OVBS സൂപ്രണ്ട് സീലിയ ജോൺസൺ, കൺവീനർ സന്ധ്യ സാബു എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ദേവിയെ ആനപ്പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന കാഞ്ചിയത്ത് ലക്ഷ്മണൻ നായർക്ക് ക്ഷേത്ര കമ്മിറ്റി നേതൃത്വത്തിൽ സ്വർണ്ണ പതക്കം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ പുരാഘോഷ കമ്മിറ്റികളും മാതൃസമിതിയും ക്ഷേത്ര ജീവനക്കാരും അടിയന്തരക്കാരും സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് N രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണി നായർ, സമീപ ക്ഷേത്രങ്ങളിലെ വെളിച്ചപ്പാടുമാരായ ശങ്കരൻകുട്ടി നായർ, ഉല്ലാസ്, വിനോദ്, മണികണ്ഠൻ, ക്ഷേത്രം ഭാരവാഹികളായ പ്രവീൺ കുമാർ, ഉണ്ണികൃഷ്ണൻ, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി ഗിരീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6650 രൂപ, സ്വർണം പവന് 53,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചർമ്മം എളവള്ളി കരുമത്തിൽ കുഞ്ഞുവേലു മകൻ ലോഹിതാക്ഷൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ പത്മാവതിയാണ് ഭാര്യ. അരുൺ, കിരൺ എന്നിവർ മക്കളാണ്. അഞ്ഞൂർ തൊഴിയൂർ വാഴപ്പള്ളി കുര്യാക്കു ഭാര്യ ത്രേസ്യ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. റോസിലി ലോറൻസ്, ലൂസി സണ്ണി, തോമസ്, ജയബാബു, ജയോണി വർഗീസ് സുധീർ, ബാബു എന്നിവർ മക്കളാണ്. തൂവാനൂരിലെ ഗുരുവായൂരപ്പൻ ഗ്ലാസ് ഹൗസ് ഉടമ സാജുവിന്റെ പിതാവ് കണ്ടാണശ്ശേരി പുലിയമ്പാട്ട് ചന്ദ്രൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. റിട്ടയർഡ് PWD ഉദ്യോഗസ്ഥനായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സാവിത്രിയാണ് ഭാര്യ. ബിന്ദു, സിന്ധു എന്നിവർ മറ്റു മക്കളാണ്. തൊഴിയൂർ പിള്ളക്കാട് മുണ്ടന്തറ അയ്യപ്പൻ ഭാര്യ അംബുജാക്ഷി ടീച്ചർ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മോദിയുടെ സന്ദർശനം കുന്നംകുളത്ത് ഒരുക്കങ്ങളാകുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ഒരുക്കുന്നത് പഴുതടച്ച സുരക്ഷ. മേഖലയിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം. നാളെ ട്രയൽ റൺ. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം താൽക്കാലികമായി നിരോധിച്ചു. തൃശൂരിന് ഇനി ആഘോഷങ്ങളുടെ നാളുകൾ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റം നടന്നത്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ചങ്ങരംകുളത്ത് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. യുവാവും മരിച്ചത് ആനക്കര സ്വദേശി 23 വയസ്സുള്ള ശ്രീരാഗ്. പെരുമ്പ്ലാവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ആരംഭിച്ചു. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷം CCTV പ്രാദേശികം, TCV, ഉത്സവ് ചാനലുകളിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാൻ. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.tv. നമസ്കാരം.